ലോറിയുടെ ഡ്രൈവറും ക്ലീനറും പരിക്കേറ്റ് ചികിത്സയിലാണ്. പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അപകടത്തിൽ നിന്ന് ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരിച്ച 4 കുട്ടികളുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നിഖിൽ പ്രമേഷും വിപിൻ സി വിജയനും കൂടുതൽ വിവരങ്ങൾ നൽകും. വിപിൻ, ആശുപത്രിയിൽ നിന്ന് എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുക? പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കി മൃതദേഹം കുടുംബങ്ങൾക്ക് വിട്ടു നൽകുമോ? അവിടെ നിന്ന് വിപിൻ എന്തൊക്കെ വിവരങ്ങൾ നൽകാൻ കഴിയും ഇപ്പോൾ? വിജയകുമാർ, ഈ അപകടം പറ്റിയ ഇർഫാന എന്ന കുട്ടിയെ ആദ്യം കൊണ്ടുവന്ന മദർ കെയർ ആശുപത്രിയിലേക്കാണ്. ഈ മദർ കെയർ ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും ഇർഫാന മരിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും ഇപ്പോൾ PRO അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ഇവിടെയാണ് ചികിത്സയിലുള്ളത്. കാസർഗോഡ് സ്വദേശികളായിട്ടുള്ള മഹീന്ദ്ര പ്രസാദും വർഗീസ് എന്നിവരാണ് ചികിത്സയിലുള്ളത്. മഹീന്ദ്ര പ്രസാദാണ് ഈ ലോറി ഓടിച്ചിരുന്നത്. അപ്പോൾ നിയന്ത്രണം തെറ്റി വീഴുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇപ്പോൾ പോലീസ് മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാൽ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അകത്ത് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മഹീന്ദ്ര പ്രസാദിന് സാരമായിട്ടുള്ള പരിക്കില്ല. വർഗീസിന്റെ കാലിനും പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ മഹീന്ദ്ര പ്രസാദിന് ഇന്ന് തന്നെ ഒരു പക്ഷേ പോലീസ് കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇരുവരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മൊഴിയെടുക്കുന്ന നടപടികളാണ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 പേരുടെയും മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിൽ 3 കുട്ടികൾ